അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ഇടക്കൊന്ന് ആ പാട്ടൊന്ന് പാടി നോക്കിയേ. സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്ക്. നിന്റെ അകം ശരിയായിട്ട് പോരടോ നീ പുറന്ന് നന്നാക്കാൻ. പുറത്ത് നല്ല നല്ല അടിപൊളി ജീൻസും ഫാൻസും നല്ല കന്തുറിയും നല്ല തലക്കെട്ടും നല്ല ഉഷാറും കാണാൻ അത്തറും പൊഷി ആളുകളൊക്കെ അടുത്ത് വരുമ്പോൾ നല്ല സുഗന്ധം എല്ലാം ഉണ്ട് നീ. പക്ഷെ നിൻ്റെ ഉള്ളിലെന്താ? നമ്മുടെ അടുത്ത് കക്കൂസ് ഉണ്ടെങ്കിൽ ആ കക്കൂസ് നല്ല ചുരുക്കുണ്ടാവും, പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല ഉഷാറായിട്ടല്ലേ. ആ ഉള്ളിലാണെങ്കിൽ ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആ കക്കൂസിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതുപോലെ നീ ആവല്ലേ. ഇത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ടിരുന്നിട്ട് ഷോൾഡറൊക്കെ നല്ല സ്ട്രെയിറ്റായിട്ട് വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. ഒരു മണിക്കൂർ ഒന്ന് ചിന്തിക്കാൻ നീ സമയം കണ്ടാൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണത്. ഒന്ന് ഇരുന്നിട്ട് ചിന്തിക്കുക, നിൻ്റെ അകം എന്താണ്? വൈരാഗ്യം, വെറുപ്പ്, അസൂയ, കെണി, കുത്തിത്തിരിപ്പ്, ഇതൊക്കെ നിൻ്റെ ഹൃദയത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണല്ലോ നീ നിന്നോട് തന്നെ ചോദിക്കുക, നീ എന്നെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യ്. ഞാൻ ഇപ്പം എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നീ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ മുന്നിൽ പോയിട്ട് അല്ലാഹു അക്ബർ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന് നഷ്ടം സംഭവിക്കുന്നത്. ലോസ്റ്റ് യുവർ ലൈഫ്. നിൻ്റെ ലൈഫ് ലോസ്റ്റായി പോകുന്നത് അവിടെയാണ്. വിശാല മനസ്സ്, ശുദ്ധ മനസ്സ്, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ കഴിയും. പക്ഷെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയോ? തൻ്റെ മനസ്സിനോട് ഫൈറ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ കഴിവാണ്. അവനാണ് ഏറ്റവും നല്ല കഴിവുള്ളവൻ. ഇത് നമ്മുടെതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട് നമ്മളൊക്കെ. അവനെന്താ, അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറയില്ലേ. ഇത് മാറ്റി വെച്ചിട്ട് നീ എന്ത് പറയുന്നു? നീ എന്താ ചിന്തിക്കുന്നത്? നിൻ്റെ മൈൻഡ് എന്താണ്? നിനക്കാരോടൊക്കെ വെറുപ്പുണ്ട്? നിനക്കാരോടൊക്കെ വിഷമമുണ്ട്? നീ എന്തൊക്കെ ഫിത്തിന ഉണ്ടാക്കുന്നു? നീ എത്ര കളവ് പറയുന്നു? നീ എത്ര വഞ്ചന ചെയ്യുന്നു? നീ എത്ര മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്നു? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ യുവർ ലൈഫ്. നിൻ്റെ ലൈഫ് വളരെ ബെറ്ററാവും. നീ വളരെ നല്ലൊരുത്തനാവും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചിന്തിക്കും പോലെ നിങ്ങളും ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ വീഡിയോയിലിരുന്നു കൊണ്ട് ഞാൻ എന്നോട് പറയാണ്. കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഞാൻ എന്നോട് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളോടൊന്ന് പറ. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് ആ കണ്ണാടിയോട് പറയേ, ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാകുന്ന ഞാൻ എന്താണ്? എൻ്റെ കൽബിൻ്റെ അകത്തളത്തിൽ കിടക്കുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു മനുഷ്യനായി മാറണം, സ്നേഹമുള്ളവനാകണം. ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറ്റ രീതിയിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം. അവരിങ്ങോട്ട് ആക്ഷേപിച്ചാലും അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് നേരിടാൻ ഞാൻ എന്താക്കണം? ഞാൻ എന്താവണം? അപ്പോഴല്ലേ ഞാനൊരു മനുഷ്യനാവുള്ളൂ എന്നൊന്ന് ചിന്തിക്കാൻ നീ സമയം കണ്ടെത്തുമോ? തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. ഒരു മണിക്കൂർ ചിന്തിച്ചാൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമല്ലേ അത്? അതല്ലേ നിനക്ക് നല്ലത്? എന്നിട്ട് നീ നല്ലൊരു മനുഷ്യനായി മാറിയോക്ക്. എന്തൊരു ഭംഗിയുണ്ടാവും ആ ജീവിതം, എന്തൊരു ഐശ്വര്യം ഉണ്ടാവും ആ ജീവിതം. നിൻ്റെ മുഖത്തെപ്പോഴും പുഞ്ചിരി വിടരുന്ന, വളരെയധികം പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ലാഘവത്തോടു കൂടെ എന്തൊരു ഭംഗിയുള്ള ജീവിതം ഉണ്ടാവും നിനക്ക്.
ഇതൊക്കെ മാറ്റിവെച്ചിട്ട് എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും, മുഖത്ത് നോക്കിയാൽ എന്തൊക്കെയോ ഭീകരമായ അവസ്ഥ, ഒരാളെ മുഖത്ത് നോക്കി ചിരിക്കാൻ തന്നെ ലുബ്ധത, പിശുക്ക് കാണിക്കുന്നവർ. ഇസ്ലാം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. അസ്സലാമു അലൈക്കും സലാം, ഒരു സലാം പോലും ശരിക്കും അടക്കാൻ മനസ്സനുവദിക്കാത്ത നീ എത്രമാത്രം അപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ഒന്ന് നന്നാക്ക്. ആദ്യം നീ നിന്നോടൊന്ന് ഫൈറ്റ് ചെയ്യ്. നീ നിന്നെ തന്നെ ഒരു ശരിക്കുണ്ടല്ലോ, നമ്മൾ ഫോണൊക്കെ ഹാങ്ങായി കഴിഞ്ഞാൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യൂലേ, നിനക്ക് നിന്നെ ഒന്ന് ഫോർമാറ്റ് ചെയ്തുകൂടെ? ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കിയേ ഒറ്റയ്ക്കിരുന്നിട്ട്. എന്നിട്ട് ചിന്തിക്ക്, നിനക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ഐശ്വര്യമാണ് നിനക്ക് വരുന്നത്. നിനക്ക് നിന്നെ നോക്കിയിട്ട് കാണാൻ കഴിയുന്നു, നീ ശ്വാസം വിടുന്നു, ചെവി കേൾക്കുന്നു. ഇതൊക്കെ നിനക്ക് അള്ളാഹു തന്നതല്ലേ? ഇതൊന്നും ഇല്ലെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ തന്നിട്ട് ഈ റബ്ബിനോടൊരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്ത് ഒരു നല്ല നന്ദിയുള്ളൊരു മനുഷ്യനായി റസൂലുള്ള പറഞ്ഞല്ലോ, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ളൊരടിമയാവണ്ടേ, ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരടിമയായിട്ട് മാറണ്ടേ റബ്ബിൻ്റെ മുന്നിൽ. അപ്പോഴല്ലേ ലഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകുന്നു പറഞ്ഞത് അവിടെയല്ലേ. അപ്പോൾ വർധനവ് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് നമ്മളെക്കുറിച്ച് പഠിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള നല്ലൊരാളായി മാറുക. അതിനുവേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കുക. നിങ്ങൾ ടിക്ടോക്കിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കമൻറ്റ് ചെയ്തിട്ട് ഇതിനോടൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.